സുഭാഷിതം. ദാക്ഷിണ്യം സ്വജനേ ദയാ പരിജനേ ഷാഢ്യം സദാ ദുർജനേ പ്രീതി സാധുജനേ നയോ നൃപജനേ വിദ്വജ്ജനേ ചാർജവം ശൗര്യം ശത്രുജനേ ക്ഷമാ ഗുരുജനേ നാരീജനേ ധൃഷ്ടതാം യേ ചേവം പുരുഷാഃ കലാസു കുശലാഃ തേഷു ഏവ ലോകസ്ഥിതിഃ. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹിക ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വിജയം എന്നത് അയാൾ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ബന്ധുക്കളോടും ശത്രുക്കളോടും പണ്ഡിതന്മാരോടും ഒരേ രീതിയിൽ പെരുമാറുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ആരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര അവബോധം നേടിയെടുക്കുക എന്നത് പരമപ്രധാനമാണ്. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ നയിക്കേണ്ട നൈതിക മൂല്യങ്ങളെ തിരിച്ചറിയുക. ഇത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ നിർമ്മാണത്തിലും സമൂഹത്തിൻ്റെ സ്ഥിരതയിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ആർജിക്കേണ്ട അത്തരം നൈതിക മൂല്യങ്ങളുടെ സമഗ്രമായ അവതരണമാണ് ഈ സുഭാഷിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വജനേ ദാക്ഷിണ്യം, സ്വന്തം ആളുകളോട് സൗമ്യത. പരിജനേ ദയ, ആശ്രിതരോട് കരുണ. ദുർജനേ സദാ ഷാഢ്യം, ദുഷ്ടന്മാരോട് എപ്പോഴും കഠിനത. സാധുജനേ പ്രീതി, നല്ലവരോട് സ്നേഹം. നൃപജനേ നയഃ, ഭരണാധികാരികളോട് നീതിബോധം. വിദ്വജ്ജനേ ആർജവം, പണ്ഡിതന്മാരോട് സത്യസന്ധത. ശത്രുജനേ ശൗര്യം, ശത്രുക്കളോട് ധൈര്യം. ഗുരുജനേ ക്ഷമ, ഗുരുക്കന്മാരോട് വിനയം. നാരീജനേ ധൃഷ്ടത, സ്ത്രീകളോട് ആത്മവിശ്വാസപരമായ സമീപനം. ഇത്യേവം വിധാസു കലാസു, ഇപ്രകാരമുള്ള കലകളിൽ യേ പുരുഷാഃ കുശലാഃ, ഏതൊരു വ്യക്തിയാണോ സമർത്ഥന്മാരായി തീരുന്നത്, തേഷു ഏവ ലോകസ്ഥിതിഃ, അവരിലാണ് സമൂഹത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത്. അവരുടെ നൈതികതയും വിവേകവും സമൂഹത്തിൽ സമാധാനവും പുരോഗതിയും ഉറപ്പാക്കുന്നു. മനുഷ്യൻ എന്ന നിലയിൽ ഓരോ ബന്ധത്തിനും അനുയോജ്യമായ പ്രതികരണമാണ് ആവശ്യമായത്. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്നത് സംസ്കാരത്തിനു യോജിച്ചതല്ല. സാഹചര്യവും വ്യക്തിയും അനുസരിച്ച് സമീപനം വ്യത്യസ്തമാകണം. ഈ വ്യത്യസ്തത തിരിച്ചറിയുക എന്നതാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത്. ഇതിനെ ജീവകല, ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയാം. ഈ കലയിൽ കഴിവുള്ളവർ ആരുണ്ടോ അവരിലാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അധിഷ്ഠിതമായിരിക്കുന്നത്. അതിനാൽ ഈ സുഭാഷിതം ഒരു നൈതിക പാഠമെന്നതിലുപരി മനുഷ്യൻ്റെ സാമൂഹിക ബോധം വളർത്തുന്ന തത്വചിന്താപരമായ നിർദ്ദേശമായി കാണാം. വ്യക്തിയുടെ പെരുമാറ്റം ശരിയായ രീതിയിൽ രൂപപ്പെടുമ്പോഴാണ് ആരോഗ്യകരമായ സമൂഹം രൂപം കൊള്ളുന്നത്. സുഭാഷിതം. അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.